അപ്പോൾ ഇന്നലെ അങ്ങനെയുള്ള ഒരു പ്രോബിൻ്റെ സയൻറ്റിഫിക് ഇൻവെൻഷനിൽ തന്നെയുള്ള എൻഹാൻസ്ഡ് ഗോ എഹെഡ് ആൻഡ് ഫൈൻഡിങ്സ് എന്ന് പറയുന്ന ഒരു മീറ്റിംഗ് ആണ് ഇന്നലെ ISROയിൽ കണ്ടക്ട് ചെയ്ത. ഉദ്ദേശം മുല്ലപ്പെരിയാറായിരുന്നു. അങ്ങനെ ഒരു ഫോട്ടോ വന്നു മുല്ലപ്പെരിയാറാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ വിഘടനവാദികളെല്ലാം ഇത് തമിഴനെയും മലയാളിയും തമ്മിലടുപ്പിക്കാനാണ്. എന്താണത് കേരളത്തിന് ഇങ്ങനൊരു മനോഭാവം? മുല്ലപ്പെരിയാർ ഡാം പുതുതായി പണിയുന്നതിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർക്ക് പോലും തലയിടാൻ പറ്റാത്ത തരത്തിൽ ഒരു ഡാം കമ്മീഷന് സുപ്രീം കോടതി നിയോഗിച്ച് ഇറ്റ് ഈസ് സ്ട്രിക്ട്ലി അണ്ടർ ദി ക്ലച്ചസ് ഓഫ് ദി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. ഒരാൾക്കും അതിനകത്ത് തലയിടാനൊക്കത്തില്ല. തലയിട്ട് ഇതിന് കോർട്ടിന് പുറത്തൊരു സമവായം ഉണ്ടാക്കി വരണമെങ്കിൽ അതിന് ശ്രമിക്കേണ്ടത് ശ്രീമാൻ പിണറായി വിജയനും ശ്രീമാൻ സ്റ്റാലിനുമാണ്. അവർ രണ്ടുപേരും മറ്റ് പല കാര്യങ്ങളിലും ഒക്കുമെങ്കിലും ഇതിൽ രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടൊക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഭയക്കേണ്ടത് അവരെയാണ്. നമ്മുടെ 4 ജില്ലകളെയും അവിടുത്തെ വ്യക്തികളുടെയും ആ ഒരു സാന്നിധ്യ സമ്പന്നത കൊണ്ട് കണ്ണീരൊഴിക്കപ്പെട്ട് കത്തിപ്പോകാതെ നമ്മുടെ ഒരു സമ്പുഷ്ടിയിലേക്ക് അവരുടെ നിലനിൽപ്പ് ഉറപ്പിക്കുന്ന തരത്തിൽ ഇതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് വിൽ ബിക്കം സോ വെരി ഈസി. ഇവരെന്താ അമാന്തിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇപ്പോഴും. അത് ഈ ഡാം കമ്മീഷനെ അറിയിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം അവിടെ അവസാനിക്കും. നമുക്ക് വെള്ളം വേണ്ടാന്ന് പറഞ്ഞു, അതിൽ നിന്നുള്ള കറണ്ട് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഇന്നലത്തെ ചർച്ചയിൽ ഇതൊന്നുമല്ല വിഷയം. വന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ മുഴുവൻ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി, നമ്മൾ ഡാമിലേക്കല്ല പോകുന്നത്. ഡാം ഒരു അപകടമായി പോസ് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു. അതും ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല. അതിനകത്ത് എന്തെങ്കിലും കള്ളത്തരമുണ്ടോ അല്ലെങ്കിൽ അത് സത്യസന്ധമാണോ, ആ സത്യസന്ധതയെ വക്രീകരിക്കാൻ ശ്രമിക്കുന്ന കൂട്ടമുണ്ടോ, ഇതെല്ലാം നമ്മൾ പരിഗണിക്കേണ്ടതാണ്. അങ്ങനെ ഒരു ഡെബക്കിൾ എന്ന് പറയുന്നത് സംഭവിക്കുന്ന പശ്ചാത്തലത്തിൽ ജീവനാശം സംഭവിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കാനുള്ള സിമുലേഷൻ ഇസ് ഓൾറെഡി ഡൺ. എസ്കേപ്പ് മെക്കാനിസം, ഇവാക്യുവേഷണൽ ഓപ്പറേഷൻ, അതിൻ്റെ സിമുലേഷൻ ഇസ് ഓൾറെഡി ഡൺ. പക്ഷെ അത് എത്തിയിരിക്കുന്ന ഒരു ഘട്ടമെന്ന് പറയുന്നത് ഇനി ഇൻവെസ്റ്റേഴ്സിനെ വേണം അതിലേക്ക്. എന്തുകൊണ്ടാണ് ഇതെല്ലാം നമ്മൾ നോക്കേണ്ടി വരുന്നത്? ഈ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടി നേതാക്കൾ ഒത്തൊരുമിക്കുന്നില്ല. ആ ട്രാൻസ്ഫോർമേഷൻ നടന്നാൽ ഈ ചെലവുകളൊന്നും വേണ്ട. വലിയ ഇൻവെസ്റ്റ്മെൻ്റാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഡാമിനടിയിലെ സെഡിമെൻസിൻ്റെ ഓരോ ഡാമിലെയും, കേരളത്തിലെ എല്ലാ ഡാമും നമ്മൾ കണ്ടതാണ്, വെള്ളം വമിക്കുന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യനെ മുക്കിക്കൊന്നത് അല്ലെങ്കിൽ അവൻ്റെ സ്വത്തിന് നാശമുണ്ടാക്കിയത് ചെളിയാണ്, മണ്ണാണ്. 60 to 65% of the catchment area has sediments to the tune